കോതമംഗലം ഭൂതത്താൻകെട്ടിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ഓടിപ്പോയ നാട്ടാന പുതുപ്പള്ളി സാധു കാടിറങ്ങി. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്തിയത്. ആന പൂർണ്ണ ആരോഗ്യവാനാണ്. സിനിമയിൽ അഭിനയിക്കാൻ ഭൂതത്താൻകെട്ടിലെ ഈ ലൊക്കേഷനിലെത്തിയ പുതുപ്പള്ളി സാധു എന്ന ആന മണികണ്ഠൻ ആനയുടെ കുത്തേറ്റ് കാട്ടിലേക്ക് പേടിച്ചോടിക്കയറിയത് ഈ വഴിയാണ്. തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവരകൊണ്ട നായകനാകുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം. ചിത്രീകരണത്തിന് കൊണ്ടുവന്നത് 5 ആനകളെ. ചിത്രീകരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. തടത്താവിള മണികണ്ഠൻ എന്ന ആന പുതുപ്പള്ളി സാധുവിന്റെ പിന്നിൽ കുത്തി. വിരണ്ടോടിയ സാധു കാട്ടിൽ മറഞ്ഞു. 5 ആന ഉണ്ടായിരുന്നു. അത് 5 എണ്ണം ഇങ്ങനെ ലൈനായിട്ടാണ് നിന്നിരുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നായിരുന്നു സാധു. അതിൻ്റെ ബാക്കിൽ നിന്ന് ആന അതിനെ കുത്തി. പക്ഷേ അത് കുത്ത് കണ്ടിട്ടും വീണ്ടും തിരിച്ചു വന്നൊരു പൊസിഷനിലേക്ക് നിന്നു. രണ്ടാമത്തെ കുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കുത്തായിരുന്നു. അതിലാണ് ഇറങ്ങി ഓടിയത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും തിരച്ചിൽ നടത്തി. ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെ ഫോറസ്റ്റ് വാച്ചർമാർ കാൽപ്പാടുകൾ പിന്തുടർന്ന് പോയപ്പോഴാണ് തുണ്ടം ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെ കാട്ടിൽ ആനയെ കണ്ടത്. പാപ്പൻ കൂടുതലുണ്ടായിരുന്നു, വിളിച്ചു. പാപ്പൻ കൂടുതലുണ്ടായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒച്ചെടുത്തു, ഒച്ചെടുത്ത് സൗണ്ട് കേൾപ്പിച്ചു. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആനങ്ങാതെ നിൽക്കുമായിരുന്നു. പഴവും മധുരപലഹാരവും നൽകി ആനയെ തളച്ച പാപ്പാന്മാർ വാഹനത്തിൽ കയറ്റി പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിന്റ് കണ്ടു. അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് ആനയെ കണ്ടുകിട്ടിയത്. വേറെ കുഴപ്പങ്ങളൊന്നും ആനയ്ക്കില്ല. ഒരു രാത്രി മുഴുവനും ഈ കാണുന്ന കാടുകൾ ചുറ്റി പുതുപ്പള്ളി സാധു അവസാനം ഇവിടെ എത്തി. പഴവും പലഹാരവുമായി ആരാധകർ അവനെ സ്വീകരിച്ചു. അവസാനം വനാസ്വാദനമൊക്കെ കഴിഞ്ഞ് സ്വന്തം തട്ടകമായ കോട്ടയത്തേക്ക് അവൻ മടങ്ങി. ടീം 24 കോതമംഗലം.